ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ തിയറി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്റ്റേണൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ, എക്സ്റ്റേണൽ CSS ഉപയോഗിക്കുമ്പോൾ ഏത് ടാഗ് ഉപയോഗിച്ചിട്ടാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിനെ ഉൾപ്പെടുത്തേണ്ടത്? അപ്പോൾ നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലിങ്ക് എന്ന് പറയുന്ന ടാബാണ് കൊടുക്കേണ്ടത്. അപ്പം ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഹെഡിനുള്ളിൽ ലിങ്ക് എന്ന് പറഞ്ഞ ടാബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ CSSനെ ഉൾപ്പെടുത്തുന്നത്. ഒരു വെബ് പേജ് തയ്യാറാക്കുന്നതിനായി നിർമ്മിച്ച കാസ്കേഡിംഗ് സ്റ്റൈലുകളാണ് ചിത്രത്തിലുള്ളത്. ഈ സ്റ്റൈലുകൾ വെബ് പേജിൽ ഉപയോഗിക്കുമ്പോൾ അതിലെ തലക്കെട്ടിന് ലഭിക്കുന്ന പശ്ചാത്തല നിറം. അപ്പോൾ തലക്കെട്ടിന് ലഭിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇത് ആദ്യം തന്നിരിക്കുന്ന ബോഡിയാണ്. ബോഡി ബാക്ക്ഗ്രൗണ്ട് ഓറഞ്ച്. H1 എന്ന് പറയുന്നതാണ് തലക്കെട്ടായിട്ട് വരിക. അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് H1ൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ വരുന്നത് എന്താണ്? റെഡാണ്. പിന്നെ കളർ ബ്ലൂ എന്ന് പറയുന്നത് ആ ടെക്സ്റ്റിൻ്റെ കളറാണ്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ആൻസർ റെഡാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു കോഡ് തന്നിട്ടുണ്ട്. ഈ കോഡിൽ ലിങ്ക് റിലേറ്റഡ് സ്റ്റൈൽ ഷീറ്റ്, ഇത് നമ്മൾ പഠിച്ചിട്ട് മറ്റേ എക്സ്റ്റേണൽ CSSന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് തന്നു. ഇതിൽ കാസ്കേഡിംഗ് സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് രീതിയിലാണ്? അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന രീതിക്ക് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇവിടെയായിട്ട് തന്നിട്ടുണ്ട് കാസ്കേഡിംഗ് സ്റ്റൈൽ ഉൾപ്പെടുത്തുന്നത് ഇൻലൈൻ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, അതേപോലെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിട്ട്. നമ്മളിങ്ങനെ ഹെഡിനുള്ളിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിന് നമ്മളിവിടെ പറയുന്ന പേര് എക്സ്റ്റേണൽ എന്നാണ്. അതേപോലെ തന്നെ ഒരു വെബിനുള്ളിൽ ഒരു HTML ഫയലിനുള്ളിൽ തന്നെ സ്റ്റൈൽ എന്ന ടാഗിൽ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുക ഇൻറ്റേർണൽ എന്നാണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു HTML തന്നെ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിനുള്ളിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുക ഇൻറ്റേർണൽ എന്നാണ് പറയുക. ഇൻറ്റേർണൽ CSS എന്ന് പറഞ്ഞു. നമ്മൾ ലിങ്ക് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുക എക്സ്റ്റേണൽ CSS എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്ക് കൊടുക്കേണ്ടത് എക്സ്റ്റേണൽ CSS എന്നുള്ള ആൻസറാണ്. വെബ് പേജ് ഡിസൈനിങ്ങിൻ്റെ ഭാഗമായി ധാരാളം പേജുകളും അവയിൽ ഉപയോഗിക്കേണ്ട ടാഗുകളുടെ സവിശേഷതകളും തയ്യാറാക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ കോഡ് ആവർത്തനത്തെ ഫലപ്രദമായി പരിഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സംവിധാനത്തിൻ്റെ പേര് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ CSS. അരുൺ ഒരു വെബ് പേജിൽ H3 ടാഗിന് തൻ്റെ പേരിൽ ഒരു ക്ലാസ് സെലക്ടർ നിർവചിച്ച് സവിശേഷതകൾ നൽകി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ക്ലാസ് സെലക്ടർ? അപ്പോൾ നമ്മളത് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് അത് പറഞ്ഞു പോകുന്നുണ്ട്. ടൈപ്പ് സെലക്ടർ, ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ പറഞ്ഞു. അതിൽ ഇങ്ങനെ കൊടുക്കുന്നത് P എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിന് നമ്മൾ പറഞ്ഞത് ടൈപ്പ് സെലക്ടർ എന്നാണ്. P എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ P.blue എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്ലാസ് സെലക്ടർ എന്നാണ് പറഞ്ഞത്. ഓരോ പാരഗ്രാഫിനും വ്യത്യസ്ത പേരുകൾ ക്ലാസ് നൽകി അവയെ ക്ലാസ് സെലക്ടറാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നതിന് നമ്മൾ ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞു. ഇതെവിടെയുണ്ട്? ക്ലാസ് സെലക്ടർ ഒരു പേജിൽ ഒരേ ടാഗ് ഉപയോഗിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്ത കണ്ടന്റുകൾക്ക് വെവ്വേറെ സവിശേഷതകൾ കൊടുക്കണമെങ്കിൽ ക്ലാസ് സെലക്ടർ ഉപയോഗിക്കാം. അപ്പം ഇതിൻ്റെ കൂടെ സൗകര്യപ്രദമായ മറ്റൊരു പേര് കൂടി ചേർക്കണം. ടാഗിനെയും ക്ലാസ്സിനെയും ഡോട്ട് ഉപയോഗിച്ച് വേർതിരിക്കുകയും വേണം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ വരിക H3.Arun. അതാണ് ഇവിടെ ക്ലാസ് സെലക്ടറായിട്ട് കൊടുക്കുക. വെബ് പേജ് ഡിസൈനിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരൊക്കെയാണ്? ഹാക്കൺ, വിയൺ, ലിയും, അതേപോലെ തന്നെ ബേർഡ് ബോസ് എന്നുള്ള ഇതാണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റിൽ അത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. കാസ്കേഡിംഗ് സ്റ്റൈലിൽ ഒരു ടാഗിൻ്റെ പേരിന് ശേഷം അതിൻ്റെ സവിശേഷതകൾ ഏത് ചിഹ്നങ്ങൾക്കിടയിലാണ് വരുന്നത്? അപ്പോൾ ഈ കേഴ്സീവ് ബ്രാക്കറ്റിലാണ് വരുന്നത്. അതും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഹെഡ് ടാഗിനുള്ളിൽ അത് നമ്മൾ ടൈപ്പ് സെലക്ടർ കൊടുക്കുന്നത് സ്റ്റൈൽ ഉൾപ്പെടുത്തി അതിൽ സ്റ്റൈൽ ടാഗിൽ ഉള്ളടക്കത്തിൽ ഉപയോഗിക്കേണ്ട ടാഗിൻ്റെ പേര് കൊടുത്തു. അതിൻ്റെ സവിശേഷതകൾ ഇതാ കേഴ്സീവ് ബ്രാക്കറ്റ് വലയങ്ങളിൽ ഉൾപ്പെടുത്തി സവിശേഷതയും വിലയും വേർതിരിക്കാൻ ഈ ഒരു ക്വസ്റ്റ്യനും കാണാറുണ്ട്. ഭിത്തിക ചിഹ്നം ഉപയോഗിച്ചു. ഓരോ സവിശേഷത ഉൾപ്പെടുത്തിയ ശേഷവും അർദ്ധവിരാമ ചിഹ്നം ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു B എന്ന് പറയുന്ന ആൻസറാണ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകളെ സംബന്ധിച്ച് ശരിയായ വസ്തുത ഏതാണ്? മാർക്കപ്പ് ഭാഷയിൽ തയ്യാറാക്കുന്ന വെബ് പേജ് എങ്ങനെ ദൃശ്യമാക്കണമെന്ന് പ്രതിപാദിക്കുന്നു. വെബ് പേജുകളിലെ പകർപ്പവകാശം നിയന്ത്രിക്കുന്നു. HTML സഹായമില്ലാതെ വെബ് പേജുകൾ തയ്യാറാക്കുന്നു. വെബ് പേജുകൾ ബ്രൗസറിൽ തുറന്നു വരുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻസർ മാർക്കപ്പ് ഭാഷയിൽ തയ്യാറാക്കിയ വെബ് പേജ് എങ്ങനെ ദൃശ്യമാകണമെന്ന് പ്രതിപാദിക്കുന്നു. ഇതായിരുന്നു അവിടെ കൊടുക്കേണ്ടിയിരുന്നത്. ഇനി ആരതി തൻ്റെ വെബ് പേജിൽ ഉൾപ്പെടുത്താനായി ഒരു കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് തയ്യാറാക്കി സേവ് ചെയ്തു. ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതായിരിക്കും? അപ്പോൾ CSS ഫയലിൻ്റെ എക്സ്റ്റൻഷൻ വരിക .css ആണ്. വെബ് പേജുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഷീറ്റുകൾക്ക് പറയുന്ന മറ്റൊരു പേര്. അതിൻ്റെ ആൻസർ ടെംപ്ലേറ്റുകൾ എന്നാണ് കൊടുക്കുക.
ഇനി കാസ്കേഡിംഗ് സ്റ്റൈൽ തയ്യാറാക്കുമ്പോൾ HTML നിർദ്ദേശങ്ങളിലെ ടാഗിൻ്റെ സവിശേഷതകളും വിലയും തമ്മിൽ വേർതിരിക്കാൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത്? ഭിത്തിക ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത്. വെബ് പേജുകൾ തയ്യാറാക്കുമ്പോൾ കോഡ് ആവർത്തനത്തെ ഫലപ്രദമായി പരിഹരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു സംവിധാനമാണ് CSS. CSSൻ്റെ പൂർണ്ണരൂപം കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നുള്ളത്. ഒരു വെബ് പേജിൽ ചിത്രത്തിൽ കാണുന്ന രീതിയിൽ ടാഗുകൾ ഉപയോഗിച്ച് കാസ്കേഡിംഗ് സ്റ്റൈൽ നിർവചിക്കുന്നത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇപ്പോൾ ഇതുപോലെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു P.blue P.red എന്ന് കൊടുക്കുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ക്ലാസ് സെലക്ടർ എന്ന് പറഞ്ഞു. ഒരു വെബ് പേജ് തയ്യാറാക്കാൻ ഉപയോഗിച്ച HTML കോഡുകൾ കാണുന്നതിന് താഴെ നൽകിയിരിക്കുന്ന ഏത് മാർഗ്ഗം ഉപയോഗിക്കാം? നമ്മൾ ആ ഒരു വെബ് പേജിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പേജ് സോഴ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെബ് പേജിൻ്റെ കോഡുകൾ HTML കോഡുകൾ കാണാൻ പറ്റും. ഒരു വെബ് പേജിൽ പാരഗ്രാഫുകൾക്ക് ക്ലാസ് സെലക്ടർ ഉപയോഗിച്ച് സവിശേഷതകൾ ഉൾപ്പെടുത്തുന്നതിനുള്ള CSS നിർദ്ദേശങ്ങളുടെ ഒരു ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ബ്ലൂ എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ ബ്ലൂ എന്ന പദം ക്ലാസ് എന്നുള്ള വിഭാഗത്തിലാണ് പെടുക. അപ്പോൾ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ട് P.blue എന്നുള്ളതിൽ ഇവിടെ ബ്ലൂ എന്നത് ക്ലാസ് എന്നാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഒരു വെബ് പേജിൽ ഉപയോഗിച്ചാൽ ചുവടെ നൽകിയിരിക്കുന്ന എന്ത് മാറ്റമാണ് വെബ് പേജിൻ്റെ പാരഗ്രാഫിൽ ഉണ്ടാവുക? അപ്പോൾ ഇങ്ങനെയാണ് ഇതുള്ളത്. അപ്പോൾ അതിനുള്ളിൽ പാരഗ്രാഫിൻ്റെ കളർ ഗ്രീനാണ്. അതേപോലെ തന്നെ ഫോണ്ട് ഫാമിലി ലിബറേഷൻ സയൻസ് ഫോണ്ട് സൈസ് 23. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? പാരഗ്രാഫിലെ അക്ഷരങ്ങളുടെ നിറം പച്ചയാകുന്നു. അതാണ് അതിൻ്റെ ആൻസർ വരിക. ലിങ്ക് റിലേറ്റഡ് സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ടെക്സ്റ്റ് CSS href abc.css. മുകളിൽ കാണിക്കുന്ന രീതിയിൽ ഒരു വെബ് പേജിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകൾ ഉൾപ്പെടുത്തുന്നതിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? എക്സ്റ്റേണൽ CSS. പുറത്തുനിന്ന് ഒരു CSSനെ കോൾ ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞത്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ വെബ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലാത്തത് ഏത്? വിക്കി WCMS എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇവിടെ ഇതാണ്ട് വെബ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു. അതിൽ വെബ് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടെയുണ്ട്. അതിൽ നമ്മൾ എന്താണ് സ്ക്രിപ്റ്റിംഗ് ഭാഷ പഠിക്കാണ്ട് സഹായിക്കുന്ന സംവിധാനമാണ് WCMS. ഇവയിൽ 3 പ്രധാന തരത്തിലുള്ളതുണ്ട്. ഓൺലൈൻ, ഓഫ്ലൈൻ, ഹൈബ്രിഡ് ആണ്. അപ്പം അതിൽ ഉൾപ്പെടുത്താത്തതാണ് ഇവിടെ വിക്കി WCMS എന്നുള്ളത്. ഇനി വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്-ലീ എന്നുണ്ട്. പിന്നെ വെബ് പേജുകൾ തയ്യാറാക്കുമ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈലുകൾ വിവിധ രീതിയിൽ ഉൾപ്പെടുത്താം. അത്തരത്തിലുള്ള രീതി താഴെ നൽകിയതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അത് ഇപ്പം ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും, അതിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് ഇൻലൈൻ എന്നായിരിക്കും കൊടുക്കേണ്ടിയിരുന്നത്. ഇനി വാട്ട് യു സീ ഇസ് വാട്ട് യു ഗെറ്റ് എന്ന തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന HTML എഡിറ്ററുകൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? WYSI WYG എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതും ഈ ടെക്സ്റ്റിൽ ഇവിടെ ഉണ്ട്. ഈ എഡിറ്ററുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് മേറ്റ്, കോണ്ട പ്ലസ്, അതേപോലെ തന്നെ ബ്ലൂ ഗ്രിഫോൺ. ഇതാണ് അതിൻ്റെ അകത്ത് WYSC WYG എന്ന് പറയുന്ന എഡിറ്റർ വരിക. താഴെ കൊടുത്തിരിക്കുന്നതിൽ HTML എഡിറ്റർ അല്ലാത്തത് ഏത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് C++. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കാസ്കേഡിംഗ് സ്റ്റൈലുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നു. ഇവയിൽ 2 പ്രസ്താവനകൾ തെറ്റാണ്. അപ്പോൾ വെബ് പേജുകളുടെ ടേബിളുകളുടെ ഉള്ളടക്കമാണ് കാസ്കേഡിംഗ് സ്റ്റൈല്. വെബ് പേജുകളിലെ പാരഗ്രാഫുകളാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ. ഇത് നമ്മൾ കറക്റ്റാണ് നേരത്തെ പറഞ്ഞാണ്. സ്റ്റൈൽ ഷീറ്റുകൾ ടെംപ്ലേറ്റിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, ഇൻലൈൻ എന്ന 3 രീതിയിൽ ഇവ ഉൾപ്പെടുത്താം. മാർക്കപ്പ് ഭാഷയുള്ള പേജ് എങ്ങനെ ദൃശ്യമാക്കണമെന്ന് പ്രതിപാദിക്കും. ഇതൊക്കെ CSSൻ്റെ കറക്റ്റുള്ള വേർഡാണ്. ഇത് മാത്രമാണ് തെറ്റായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് കാസ്കേഡിംഗ് സ്റ്റൈലിലെ HTML നിർദ്ദേശങ്ങളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായത് ഏത്? അപ്പോൾ ഇവിടെ H3 ഫോണ്ട് സൈസ് ഈ തന്നിരിക്കുന്നത് നമ്മളിങ്ങനെ കേഴ്സീവ് ബ്രാക്കറ്റിനുള്ളിൽ ഇതിങ്ങനെ കൊടുത്തു, കോളം കൊടുത്തു, അതിനുശേഷം നമ്മൾ ആ വാല്യൂ കൊടുത്തിട്ട് സെമിക്കോളൻ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ശരിയാണെന്ന് ടിക്ക് കൊടുത്തു. HTML ഉപയോഗിച്ചുള്ള വെബ് പേജ് നിർമ്മാണത്തിൽ കാസ്കേഡിംഗ് സ്റ്റൈലുകളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഫോർമാറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കോഡ് ആവർത്തനം ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഇത് തയ്യാറാക്കിയത് ഹാക്കം VM ലീ, ബേർഡ് ബോസ് എന്നിവരാണ്. ലിറ്റിക്കൈറ്റ്സിന് വേണ്ടി തയ്യാറാക്കിയ ഒരു HTML ഫയലിൽ ചുവടെ കാണുന്ന 2 നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി എന്തിനൊക്കെ വേണ്ടിയായിരിക്കും ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയത്? അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് വെബ് പേജിന് മഞ്ഞ പശ്ചാത്തലം കൊടുക്കുന്നതിന്. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് കളർ യെല്ലോ എന്ന് കൊടുത്തു. അപ്പോൾ അന്നേരം ബാക്ക്ഗ്രൗണ്ടിന്
പിന്നെ യെല്ലോ കളറാണ് വരിക. പിന്നെ അതേപോലെ തന്നെ സ്റ്റൈൽസ് ഡോട്ട് CSSലുള്ള സവിശേഷതകൾ വെബ് പേജിലേക്ക് കൊണ്ടുവരുന്നതിന്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് സ്റ്റൈൽസ് ഡോട്ട് CSSലുള്ള സവിശേഷതകൾ നമുക്ക് വെബ് പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. HTMLൽ തയ്യാറാക്കിയ വെബ് പേജിലെ പാരഗ്രാഫുകൾക്ക് വേണ്ട സവിശേഷതകൾ CSSലെ ക്ലാസ് സെലക്ടർ ഉപയോഗിച്ച് നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ചുവടെയുള്ളത്. ഇതിൽ ശരിയായ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? P.blue ഫോണ്ട് ഫാമിലി വെർഡാന കളർ ബ്ലൂ എന്നുള്ളത്, P.red ഫോണ്ട് ഫാമിലി വെർഡാന കളർ റെഡ് എന്നുള്ള ഈ രണ്ടെണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ വെബ് സെർവർ സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഏതെല്ലാം? അപ്പാഷെ ആൻഡ് ഒറാക്കിൾ. ഇനി നെക്സ്റ്റ് വരുന്നത് പൈത്തൺ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പൈത്തൺ ഗ്രാഫിക്സിൽ തെളിയുന്ന വരകളുടെ വീതി കൂട്ടുന്നതിന് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് നിർദ്ദേശമാണ് ഉപയോഗിക്കുക? അപ്പം നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് പെൻ സൈസ് എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ അത് സമഭുജ ത്രികോണം ഔട്ട്പുട്ടായി ലഭിക്കാൻ ലെഫ്റ്റ് എക്സിന് ഏത് നിർദ്ദേശം കൊടുക്കണം? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ക്വയർ വരയ്ക്കുന്നതും അതുപോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കുന്നതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കുന്നത് തന്നിട്ടുണ്ട്. അതിൽ പിന്നെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഒരു പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിൽ ആദ്യം ഫോർവേഡ് 100 കൊടുത്തു. ഫോർവേഡ് 100 കൊടുത്തിട്ട് 100 പോയിന്റ് മുന്നോട്ട് പോകുന്നത് കൊടുത്തു. അത് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് 120 ഡിഗ്രി ടേൺ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും 100 ഫോർവേഡ് 100 വരും. പിന്നെയും ലെഫ്റ്റിലേക്ക് 120 ടേൺ ചെയ്യാൻ പറയും. പിന്നെയും 100 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ട്രയാങ്കിളാണ് വരിക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ലെഫ്റ്റ് 120 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെയുള്ള ഇതൊന്ന് പഠിച്ചു വെക്കണം. ഈ തന്നിരിക്കുന്ന സ്ക്വയറും അതേപോലെ തന്നെ പഞ്ചഭുജവും ട്രയാങ്കിളൊക്കെ ചെയ്യുന്നത്. പൈത്തൺ ഗ്രാഫിക്സ് പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന രൂപങ്ങൾക്കുള്ള സ്വാഭാവിക നിറം കറുപ്പാണ്. നിറം മാറ്റുന്നതിന് നൽകുന്ന നിർദ്ദേശം താഴെ തന്നെ കളർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടാണ് നമ്മൾ നിറം മാറ്റുക. പൈത്തൺ ഗ്രാഫിക്സ് ജാലകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപങ്ങളുടെ സ്വാഭാവിക നിറം കറുപ്പ്. വൃത്തം നിർമ്മിക്കുന്നതിനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം നൽകിയിരിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടായി വൃത്തത്തിനുള്ളിലെ നിറം എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്ന കളറ് ബ്ലാക്ക് ആയിരിക്കും. പൈത്തൺ പ്രോഗ്രാമിൽ ചില സന്ദർഭങ്ങളിൽ ആവർത്തന നിർദ്ദേശത്തിനകത്ത് വീണ്ടും ആവർത്തന നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ഇത്തരം ആവർത്തന നിർദ്ദേശങ്ങൾക്ക് പറയുന്ന ഏറ്റവും അനുയോജ്യമായ പേര് നെസ്റ്റഡ് ലൂപ്പ്. അപ്പോൾ ഫോർ ലൂപ്പിനുള്ളിൽ നമ്മൾ വീണ്ടും ഫോർ ലൂപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. പൈത്തൺ പ്രോഗ്രാം ഭാഷയിലെ ചില നിർദ്ദേശങ്ങളും അവയുടെ ചുരുക്കെഴുത്തുകളും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ റൈറ്റ് എന്നുള്ളത് RT എന്നുള്ളതും അതേപോലെ തന്നെ ഫോർവേഡ് എന്നുള്ളത് FT എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് 100 FT 100 എന്നുള്ളത്, റൈറ്റ് എന്നുള്ളത് RT എന്നുള്ളത്, ലെഫ്റ്റ് LT എന്ന് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഈ ഐഡിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ജാലകം ഒന്നെന്ന് പറയുന്നത് പൈത്തൺ ഷെല്ലാണ്. അത് വന്നാൽ എഴുതേണ്ടത് പൈത്തൺ ഷെല്ല്. രണ്ടാമത്തത് എഡിറ്റർ ജാലകമാണ്, പൈത്തൺ എഡിറ്റർ വിൻഡോ. മൂന്നാമത്തത് ഈ തന്നിരിക്കുന്നത് പൈത്തൺ ടേർട്ടിൽ ഗ്രാഫിക്സ് ജാലകം. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ വന്നിട്ട് ഇത് ഏത് ജാലകമാണെന്ന് ചോദിക്കാറുണ്ട്. ഒരു ഗ്രാഫിക്സിന് സ്റ്റാർട്ടിങ് കൊടുക്കേണ്ടതാണ് ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. പിന്നെ കോഡ് ചിലപ്പോൾ ഇൻകറക്റ്റ് ആക്കി തന്നിട്ട് അതിലെന്താ മിസ്റ്റേക്ക് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ടിൻ്റെ സ്റ്റാറും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അത് ചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ആദ്യം കൊടുക്കുന്നത് ബോർഡറിന്, ഇപ്പം നമ്മൾ വരയ്ക്കുന്ന പിക്ചറിൻ്റെ ബോർഡറിന് കളർ വരാനാണ് ആദ്യത്തെ ഇത് കൊടുക്കുന്നത്. രണ്ടാമത് ബ്ലൂ എന്ന് കൊടുക്കുന്നതാണ് അതിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള കളറായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഓരോ കോഡിൻ്റെയും ഫങ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.